എന്ന് പറഞ്ഞ സിനിമയല്ല, ട്രെയിലർ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കഥയുടെ ഒരു പ്രിമൈസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ വെള്ളപ്പൊക്കം അവിടെ ആ നാട്ടിൽ നടക്കുകയും അവിടെ ഓൾറെഡി ആ വീട്ടിൽ ഉർവശിയാണ് കാണിക്കുന്നത്. ഉർവശിയുടെ മകൻ പാർവതി തിരുവോത്തിൻ്റെ ഭർത്താവുമായിട്ടുള്ള ആ വ്യക്തി മരിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഉർവശി ശഠിക്കുന്നുണ്ട്, ഈ ഈ ശവശരീരം കല്ലറയിൽ തന്നെ അടക്കണം. പക്ഷേ കല്ലറ ഓൾറെഡി ഫ്ലഡഡ് ആണ്. സോ അത് തീരുന്നത് വരെ ഇവിടുന്ന് ബോഡി മാറ്റേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ശഠിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു പിരിമുറുക്കം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൾ ഭയങ്കര വാശിയുള്ള, കുറച്ചും കൂടി കൾച്ചറലായിട്ട്, അല്ലെങ്കിൽ ആളുകളെ ഡൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഉർവശീനെ അവിടെ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർവതിയുടെ മേൽ കൂടുതൽ സംശയങ്ങൾ അവർക്ക് വരുന്നു. പുള്ളിക്കാരി ഇവിടുന്ന് പോകുമോ, പുള്ളിക്കാരി കൂടെ നിൽക്കുമോ, ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഡൗട്ട്ഫുള്ളായിട്ട് ചോദിക്കുന്നു. പിന്നീട് ആ സംശയങ്ങൾ എല്ലായിടത്തും നിന്ന് ഏറിയിട്ട് ഈവൻ പാർവതിക്ക് അങ്ങോട്ടും പുള്ളിക്കാരുടെ മേൽ കുറേ സംശയങ്ങളും, ഉർവശിക്ക് അങ്ങോട്ടും കുറേ സംശയങ്ങളും എല്ലാം തോന്നിയിട്ട് ഇതെല്ലാം പുകഞ്ഞ് അവരുടെ വീട്ടുകാരെ, എന്ന് വെച്ചാൽ പാർവതിയുടെ വീട്ടുകാരെ, പിന്നെ ഉർവശിയുടെ ബന്ധുക്കളെല്ലാവരും കൂടി ആ പ്രിമൈസസിലോട്ട് വരികയും ഇതൊരു വലിയൊരു ഇഷ്യൂ ആവുകയും പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് സിനിമയിലൊരു മുഖ്യ ഭാഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് ഇവർ ഹൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പുറത്ത് വരുന്നു. കാരണം അതിൽ എഴുതി കാണിക്കുന്നുണ്ട്, എവരിവൺ ഹാസ് ടു ഹൈഡ് സംതിങ് എന്ന്, അങ്ങനെ എന്തോ ഒരു വാക്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ള രീതിയിലാണ് അതിൽ എഴുതി കാണിച്ചു പോകുന്നത്. സോ ഈ പ്രിമൈസസിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര കൺട്രോൾഡായിട്ടുള്ള ഒരു അമ്മായിയമ്മയും, സംശയാലുവായിട്ടുള്ള ഒരു അമ്മായിയമ്മയും, പിന്നെ എന്തൊക്കെയോ ആരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുള്ളിക്കാരുടെ സ്വന്തം ജീവിതം നോക്കുന്ന, എന്നാൽ എന്തൊക്കെയോ സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു മരുമകൾ വേണം. അവിടെ പറഞ്ഞു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉർവശി ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ചെയ്തതിനൊക്കെ, അല്ലെങ്കിൽ എൻ്റെ മോനോട് നീ ചെയ്തൊക്കെ ഭയങ്കര കാര്യമാണ്, എന്നോടും എൻ്റെ മോനോടും നീ ചെയ്തൊക്കെ ഭയങ്കര വലിയ തെറ്റാണ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ പാർവതി പറയുന്നുണ്ട്, നിങ്ങളത് അർഹിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. സോ എന്തൊക്കെയോ പുകഞ്ഞു മറയുന്ന, എന്തൊക്കെയോ ആളുകളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഫാമിലി, അതിനെ ചെകഞ്ഞ് പുറത്തെടുക്കാൻ നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബ്ലാസ്റ്റ് തന്നെയാണ്, ഇമോഷണൽ ബ്ലാസ്റ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ആളുകളൊക്കെ, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ അവിടെ വലിഞ്ഞേറല്ലേ ഇവരെന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ വന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാവുകയും എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയുകയും ചെയ്യുന്ന ഒരു തരത്തിലോട്ടായിരിക്കും സിനിമ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടിപ്പിക്കൽ നമ്മുടെ ഒരു എന്താ പറയുക, കൾച്ചറിൽ നടക്കുന്ന കുറേ കൺട്രോൾ എടുക്കാൻ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. സ്വന്തം ജീവിതത്തിൻ്റെ കൺട്രോൾ എടുക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ മുഴുവൻ കുടുംബത്തിൻ്റെ കൺട്രോൾ എടുക്കാൻ നോക്കുന്ന വ്യക്തികളുണ്ടാകും. അങ്ങനെ ഉള്ള ഒരു കുറേ എന്താ പറയുക, പ്രഷറൊക്കെ, വീട്ടിലെ പ്രഷറൊക്കെയാണ് ഇതിൽ കാണാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രൂത്തൊക്കെ ഉരുത്തിരിഞ്ഞ് വരും എന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു പ്ലോട്ടായിട്ട് തോന്നുന്നു. മേ ബി എനിക്ക് തോന്നുന്നില്ല, കുറച്ച് മാസ് മസാല സിനിമ പോലെ അത്ര ഹിറ്റായില്ലെങ്കിൽ പോലും ഒരു കണ്ടിരിക്കാനുള്ളൊരു ത്രില്ലർ സിനിമ പോലെ ഇതിനെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായി ഒബ്വിയസ്ലി. ആൻഡ് കഥ അവസാനം വരുന്ന ഹൈഡ് ചെയ്തിരിക്കുന്ന ഈ സത്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ അത്രയും വെർത്താണോ അല്ലയോ എന്നുള്ളതിന്, അതിനൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ഉണ്ടാവും, ഇതിൻ്റെ വിജയമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ എന്തായാലും പ്രതീക്ഷ അർഹിക്കുന്നൊരു സിനിമ തന്നെയാണ് ട്രെയിലർ അനുസരിച്ച്. സോ കണ്ടു നോക്കാം. എന്തായാലും ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ.